ആലപ്പുഴ ചേർത്തലയിലെ തിരോധാന കേസുകളുടെ ചുരുളഴിക്കാൻ പോലീസ്. എന്നാൽ പ്രതി സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് സഹകരിക്കാത്തത് ക്രൈംബ്രാഞ്ചിന് വെല്ലുവിളിയാണ്. കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനെ ശാസ്ത്രീയ ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം തുടർ തെളിവെടുപ്പ് നടത്തും. ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ അറസ്റ്റിലായതോടെയാണ് ബിന്ദു പത്മനാഭന്റെയും ഐഷയുടെയും തിരോധാനത്തിൽ വിവരങ്ങൾ പുറത്തുവന്നത്. 2006-നും 2024-നും ഇടയിൽ 3 തിരോധാന കേസുകൾ. ഇന്നലെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ കൂടുതൽ അസ്ഥികഷ്ണങ്ങളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും ലഭിച്ചിരുന്നു. ഇവയും പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളവും മണ്ണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ DNA പരിശോധനയ്ക്കും അയച്ചു. എന്നാൽ ഇത് തിരോധാന കേസുകളിലെ മുന്നോട്ടുള്ള തുമ്പായി ക്രൈംബ്രാഞ്ച് വിലയിരുത്തുന്നില്ല. ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ ചിരിയും മൗനവും മാത്രമാണ് സെബാസ്റ്റ്യന്റെ ഉത്തരം. ഇതോടെയാണ് ശാസ്ത്രീയ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കം. സെബാസ്റ്റ്യനെയും ഭാര്യയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഇത് പൂർത്തിയാക്കിയ ശേഷം ജൈനമ്മയുടെ ഫോൺ കണ്ടെത്താൻ പൂഞ്ഞാർ മേലുകാവിൽ തെളിവെടുപ്പ് നടത്തും. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി അവസാനിക്കും മുൻപ് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.